ഹായ്, എൻ്റെ പേര് റഹ്മത്ത്. ഞാൻ ലേൺ വൈസിൽ ഹിസ്റ്ററി ഫാക്കൽറ്റി ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് 1 പാർട്ട് 1 ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 2 മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ആർക്കിയോളജിയുടെ ഇൻട്രൊഡക്ഷൻ വരെ എത്തിയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ സയന്റിഫിക് മെത്തേഡ്സ് ആണ് ആർക്കിയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് ആർക്കിയോളജിക്കൽ സർവേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സയന്റിഫിക് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാണ്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഏരിയൽ ഫോട്ടോഗ്രാഫി, 2 അണ്ടർ വാട്ടർ പ്രോസ്പെക്ഷൻ ഓഫ് മറൈൻ ആർക്കിയോളജി, 3 മാഗ്നറ്റിക് സർവേ, 4 കെമിക്കൽ അനാലിസിസ് സോയിൽ, 5 ഡിറ്റക്ഷൻ ഓഫ് അനോമലീസ് ഇൻ സോയിൽ ഇൻ സബ്സോയിൽ, 6 പ്രോസ്പെക്ഷൻ ബൈ അക്വാസ്റ്റിക് ഓർ സീസ്മിക് മെത്തേഡ്സ്. അപ്പോൾ ഇത്രയും 6 മെത്തേഡ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ആർക്കിയോളജിക്കൽ സർവേ നമ്മൾ നടത്തുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഏരിയൽ ഫോട്ടോഗ്രാഫി ആണ്. ഏരിയൽ ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളിപ്പോ ഹോട്ട് എയർ ബലൂൺ ആയിക്കോട്ടെ, ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും പ്ലെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ പുതിയ സമയത്ത് ഇറക്കുന്ന ഡ്രോണിന്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ക്യാമറകൾ നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ആർക്കിയോളജിക്കൽ സൈറ്റിന് മുകളിലായിട്ട് നമ്മളൊരു ഫീൽഡ് നടത്തും, ഒരു ഫീൽഡ് വർക്ക് നടത്തും. അപ്പൊ അതിലൂടെ കിട്ടുന്ന നമുക്ക് ഫോട്ടോ വെച്ച് നമുക്ക് ആ ഒരു സൈറ്റിന്റെ ഡെപ്ത് എത്രയാണെന്ന് നമുക്ക് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ഏരിയൽ ഫോട്ടോഗ്രാഫി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇത് ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിൽ തന്നെ മനസ്സിലാവത്തില്ലേ, ഗ്രൗണ്ട് ലെവലില് നല്ല വലുതായിരിക്കും, നമുക്കൊന്നും മനസ്സിലാവാനും പറ്റത്തില്ല. പക്ഷെ മുകളിലത്തെ ഏരിയൽ ഫോട്ടോഗ്രാഫി വെച്ച് നമുക്ക് മനസ്സിലാവും എന്തൊക്കെ മാർക്കിംഗ് അവിടെ ഉണ്ട്. അത് ചിലപ്പോ ഒരു സെറ്റിൽമെന്റ് ആയിരിക്കും, ചിലപ്പോ അതൊരു ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു പിറ്റ് ബറിയൽ ആയിരിക്കും, അതായത് ഏതെങ്കിലും കുഴിമാടങ്ങളായിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ മനസ്സിലാവുന്ന വെച്ചാൽ ചിലപ്പോ ചില സ്ഥലങ്ങളിലോട്ടൊന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഏരിയൽ ഫോട്ടോഗ്രാഫി എടുത്ത് നമ്മൾ മനസ്സിലാക്കും ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ഇത് കുറച്ച് സെൻസിറ്റീവ് ആണ്, അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ റിസർച്ച് നടത്താം. അങ്ങനെ ഈ ഏരിയൽ ഫോട്ടോഗ്രാഫി നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ഡയറക്റ്റ് ചെന്നിട്ട് ആ സ്ഥലത്ത് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യുന്നതിനായിട്ട് കൂടുതൽ എക്സ്കവേഷൻ നടത്തും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏരിയൽ ഫോട്ടോഗ്രാഫി വളരെയധികം യൂസ്ഫുൾ ആണ്. പക്ഷെ ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു ഫോറസ്റ്റ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കിതൊരു ഓപ്പൺ ഏരിയ സ്പേസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്ന് വെച്ചാൽ അണ്ടർ വാട്ടർ പ്രോസ്പെക്ഷൻ ഓഫ് മറൈൻ ആർക്കിയോളജി. ഇത് മെയിൻ ആയിട്ട് വരുന്ന ഇതും ഒന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ ഏതെങ്കിലും അണ്ടർ വാട്ടറിൽ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ കുറച്ച് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉപയോഗിച്ച്, അതായത് സ്കൂബ ഡൈവിംഗിന് ഉപയോഗിക്കുന്ന നമ്മുടെ അക്വാലംഗ് ആയാലും, അതായത് എന്താണ്, നമുക്ക് ബ്രീത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ശ്വാസ ഇതില്ലേ, അപ്പൊ ആ ഒരു ഉപകരണങ്ങളൊക്കെ അതുണ്ടെങ്കിലും, പിന്നെ ബാപ്റ്റൈസ് ടൈപ്പ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ഫ്രീ ഡൈവിംഗ് വെസൽസ്, അതായത് നമുക്ക് നീന്താൻ വലിയ വശമില്ലെങ്കിലും നമുക്ക് ഈ വെസൽസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നീന്താൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ, ആധുനിക ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിയും ഈ സബ്മേർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഏറ്റവും ഭൂഗർഭ തലത്തില്, ഭൂഗർഭ ജലതലത്തില് ഉണ്ടായിരിക്കുന്ന ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടേക്ക് നമുക്ക് എക്സ്കവേഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് എന്തോന്ന് അണ്ടർ വാട്ടർ പ്രോസ്പെക്ഷൻ അല്ലെങ്കിൽ മറൈൻ ആർക്കിയോളജി എന്ന് പറയുന്നത്. 2 എന്ന് വെച്ചാൽ മാഗ്നറ്റിക് സർവേ. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സയന്റിഫിക് മെത്തേഡാണിത്. അതായത് ഭൂഗർഭ തലത്തിൽ എന്തെങ്കിലും കാന്തിക വശമുള്ള അല്ലെങ്കിൽ കാന്തിക സ്വഭാവമുള്ള എന്തെങ്കിലുമൊക്കെ ആസ്പെക്ട്സ്, എന്തൊക്കെ ടൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആ ആർക്കിയോളജിക്കൽ സൈറ്റ്സിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മാഗ്നറ്റിക് സർവേ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് സർവേ നമ്മൾ മാഗ്നറ്റോമെട്രി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ടെക്നിക്ക് എപ്പോഴും നടക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഗ്രാസ് ലാൻഡ്സ് അഥവാ എന്തെങ്കിലും പുൽത്തകിടിയായിട്ടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഓപ്പൺ സോയിൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, ഈ സ്പാം പോലത്തുള്ള ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളിലോ കാട്ടിലോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇത് നടത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് മാഗ്നറ്റിക് സർവേ നടത്തുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ സംഭവം എന്ന് വെച്ചാൽ കാൽഷ്യം മാഗ്നോമീറ്റേഴ്സും പിന്നെ ഫ്ലക്സ് ഗേറ്റ് ഗ്രേഡിയോമീറ്റേഴ്സ് ആണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഫ്ലക്സ് ഗേറ്റ് ഗ്രേഡിയോമീറ്റേഴ്സ് ആണ്. ഇത് എന്ത് ചെയ്യും, മാഗ്നറ്റിക് സ്വഭാവമുള്ള കാന്തിക സ്വഭാവമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഭൂഗർഭ തലത്തിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സഹായിക്കും. ഈ
ഈ ഒരു മെത്തേഡ് പർട്ടിക്കുലർ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ഏതെന്ന് വെച്ചാൽ ഏതെങ്കിലും മെറ്റൽ ഒബ്ജക്ട്സ്, ഏതെങ്കിലും എന്താ പറയാ ഇരുമ്പ് വസ്തുക്കൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ ഏതെങ്കിലും ടോൺസ്, ഏതെങ്കിലും എന്താ പറയാ കുഴിമാട, ഈ കുഴിമാടങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഇവരുടെ ഓർണമെന്റ്സുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട് കുഴിച്ചിടാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ടോംബൊക്കെ കണ്ടുപിടിക്കുന്നതിന് പറ്റും. പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ സ്ട്രക്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ വീടോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് പറ്റും. പിന്നെ ഈ ഇൻസ്ട്രുമെന്റ്സ് അഥവാ ഇതുവഴി നമുക്ക് കിട്ടുന്ന സംഭവങ്ങളിലൂടെ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, ആ കാന്തിക സ്വഭാവം വെച്ച് ഇതിന്റെ ഡേറ്റ്, അതായത് ഇത് എപ്പോ ഉള്ളതായിരിക്കും അതിന്റെ മാഗ്നറ്റിക് വേവ്സ് വെച്ച് നമുക്ക് ഡേറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ആർട്ടിഫാക്ട്സിന്റെ സ്വഭാവം, അതായത് മെറ്റീരിയൽ റിമൈൻസ് എന്തിനായിരിക്കും ഉപയോഗിക്കാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഈ മാഗ്നറ്റിക് സർവേയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അടുത്തത് കെമിക്കൽ അനാലിസിസ് സോയിൽ, അതായത് നമ്മുടെ സോയിൽ ലെവല് പല പല ഇതായിട്ട് നമ്മൾ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ സോയിൽ ലെവലിലും ചില ചില കണ്ടന്റുകൾ, ചില ചില രാസവസ്തുക്കളുടെ ഇത് കൂടുതലായിട്ട് കാണും. എക്സാമ്പിൾ ഫോസ്ഫേറ്റും പൊട്ടാഷ്യം ഒക്കെ ഈ മനുഷ്യന്റെ എന്താ പറയാ റിമൈൻസ് ഇല്ലേ നമ്മുടെ സ്കള്ളും നമ്മുടെ സ്കെൽറ്റൻസ് ബോൺസ് ഒക്കെ, അതൊക്കെയുള്ള ഒരു സ്ഥലത്തേക്കാണെങ്കിൽ അവിടെ ഫോസ്ഫേറ്റ്സിന്റെ അളവൊക്കെ നല്ല കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ രാസവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ സ്ഥലത്ത് ഏതെങ്കിലും മെറ്റീരിയൽ റിമൈൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ സ്ഥലത്തിനുള്ള അവിടുത്തെ പെക്യുലാരിറ്റീസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സവിശേഷതകളൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് കെമിക്കൽ അനാലിസിസ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഏരിയൽ ഫോട്ടോഗ്രാഫി, അണ്ടർ വാട്ടർ പ്രോസ്പെക്ഷൻ, മറൈൻ ആർക്കിയോളജി, നമ്മൾ മാഗ്നറ്റിക് സർവേ അല്ലെങ്കിൽ മാഗ്നറ്റോമെട്രി പറയുന്നുണ്ട്. പിന്നെ അടുത്തത് കെമിക്കൽ അനാലിസിസ് സോയിൽ, അത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ ഓഫ് അനോമലീസ് ഇൻ സബ് സോയിൽ, അതായത് അത് സോയിലാണ് നമ്മൾ വന്നത്. ഇനി സബ് സോയിൽ, അതായത് ഇതിന് ഇടയ്ക്കുള്ള കുറച്ച് എന്താ പറയാ മണ്ണിനിടയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഇലക്ട്രോണിക് ഡിവൈസ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ റിമൈൻസ് ഉണ്ടോ അത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസിന്റെ പേര് പൊട്ടൻഷ്യോമീറ്റേഴ്സ് എന്നാണ്. അതായത് ജസ്റ്റ് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എന്താ, അവിടെ ഒരു സാധ്യത ഉണ്ട്, എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്തോ ഒരു സംഭവത്തിനുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്, അതായത് അവിടെ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാണ്, പക്ഷെ ഒറിജിനലി പൊട്ടൻഷ്യോമീറ്ററിന്റെ അർത്ഥം അങ്ങനെയല്ല. അപ്പോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ സബ് സോയിലിൽ എന്തെങ്കിലും അനോമലി അല്ലെങ്കിൽ എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ, ഇറഗുലാരിറ്റി എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ നമുക്ക് മനസ്സിലാൻ പറ്റും. അതായത് നമ്മളൊരു എന്താ പറയാ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് സോയിലിന്റെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തോ ആ ഒരു സോയിലിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഗ്രേവ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും കുഴിമാടങ്ങൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺ വാൾസ്, എന്തെങ്കിലും കല്ലുകൊണ്ടുള്ള മതിലായിക്കോട്ടെ, അതൊക്കെ ഭൂമിയിൽ ഏറ്റവും അടിയിലായിരിക്കും. പക്ഷെ ഈ ഒരു ഡിവൈസ് വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ സോഴ്സിനിടയിൽ എന്തൊക്കെയോ അനോമലീസ് ഉണ്ട്, എന്തൊക്കെയോ വ്യതിയാനങ്ങൾ, അതായത് ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു എക്സ്കവേഷൻ കൂടുതൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് ഡിറ്റക്ഷൻ ഓഫ് അനോമലീസ് ഇൻ സബ് സോയിൽ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു പിക്ചർ അതിന് എക്സാമ്പിൾ. അതായത് ഇവർ ഇങ്ങനെ ചെയ്ത സമയത്ത് ഇവിടെ എന്തൊക്കെയോ കുറെ വ്യതിയാനങ്ങൾ, അനോമലീസ്, ഇറഗുലാരിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ അനോമലീസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്കവേഷൻ നടത്താൻ വേണ്ടി പറ്റും. അടുത്തത് ആറാമത്തെന്ന് വെച്ചാൽ പ്രോസ്പെക്ഷൻ ഓഫ് അക്കോസ്റ്റിക് ഓർ സീസ്മിക് മെത്തേഡ്സ്. ഒന്നുമില്ല, ജസ്റ്റ് സീസ്മിക് വേവ്സ് ഉപയോഗിക്കുന്നതിനുള്ള എന്തെങ്കിലും സംഭവം വെച്ച് നമ്മളൊരു സംഭവിച്ചു. ഇപ്പൊ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മള് ഭൂമിയുടെ മണ്ടയില് നമ്മൾ എന്തെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ എന്തെങ്കിലും സീസ്മിക് വേവിന് കാരണത്തിൽ എന്തെങ്കിലും സംഭവിച്ചു. ഇപ്പൊ ഒരു വലിയ ചുറ്റി വെച്ച് അടിച്ചാകണം, ഇതിലിപ്പോ പറയുന്ന ഒരു വലിയ ചുറ്റി വെച്ച് അടിച്ചു, ആ അടിച്ച സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ സീസ്മോമീറ്റർ വെച്ച് നമ്മൾ അടയാളം. അപ്പൊ ഈ സീസ്മോമീറ്ററിലാണെങ്കിൽ ഈ വേവ്സ്, ഈ നമ്മുടെ എന്താ പറയുക ഈ വേവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തരംഗങ്ങള് സുഖമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്താണ്, ഓക്കെ അവിടെ ഒന്നുമില്ല. പക്ഷെ അത് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് റിഫ്രാക്റ്റഡ് വേവ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ എന്താണ്, അത് അവിടെ എന്തോ ഒരു സംഭവം ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഫ്രീക്വൻസീസ് ഒക്കെ വെച്ച് നമുക്ക് അവിടെ വേവ്സിന്റെ ഫ്രീക്വൻസി വെച്ച് അവിടെ എന്തോ ഒന്ന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് മറ്റേ നോക്ക് അതും ഈ എന്താ പറയാ നമ്മുടെ ഈ ഡിറ്റക്ഷൻ ഓഫ് അനോമലീസ് ഇൻ സബ് സോയിലും ഇതൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കെമിക്കലായിട്ട് സംഭവം ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കെമിക്കലായിട്ട് സംഭവം ചെയ്യുന്നത് എല്ലായിടത്തും സീസ്മിക് മെത്തേഡ് നടക്കണമെന്ന് സാധ്യതയില്ല. അതായത്
ചതുപ്പ് പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ താഴ്ന്നു പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ കെട്ടിടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കവിടെ ഈ ഒരു മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സീസ്മിക് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോ ഈ സീസ്മിക് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വിശാലമല്ല, കുറച്ച് ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മെയിൻ സംബന്ധിച്ച് അണ്ടർ വാട്ടർ പ്രോസ്പെക്ഷൻ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നതിന് വേണ്ടി പറ്റും. അപ്പോ മറൈൻ ആർക്കിയോളജിയിൽ നമ്മൾ അവിടെ ചെല്ലും, നമ്മൾ മാനുവലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ഈ സീസ്മിക് മെത്തേഡ് അവിടെ നമുക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിന് താഴെ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ, ഏതൊക്കെ ആർക്കിയോളജിക്കൽ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വസ്തുക്കളുണ്ടോ, ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിയും. അപ്പൊ ഇതൊക്കെയാണ് എന്തോന്ന് നമ്മുടെ 6 മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഒന്ന് ഏരിയൽ ഫോട്ടോഗ്രാഫി, 2 മറൈൻ ആർക്കിയോളജി ഓർ എന്താ പറയാ അണ്ടർ വാട്ടർ പ്രോസ്പെക്ഷൻ, 3 എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർവേ, 4 എന്ന് പറയുന്നത് എന്താണ് കെമിക്കൽ അനാലിസിസ് സോയില്, 5 എന്ന് പറയുന്നത് എന്താണ് അനോമലീസ് ഇൻ സബ്സോയിൽ ഡിറ്റക്ടിങ് അനോമലീസ് ഇൻ സബ്സോയില്, 6 എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ സീസ്മിക് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്നത്. അപ്പോ ഇതൊക്കെയാണ്. ഇനി നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്പെഡീഷൻസ് നടത്തുമ്പോഴത്തേക്കും നമ്മൾ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതില് ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ ചെന്നിട്ട് എന്നിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ആർക്കിയോളജിക്കൽ സ്ഥലത്ത് നമ്മൾ പ്രിസർവ് ചെയ്യും, അതിനെ സംരക്ഷിക്കും. പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നതിന് വേണ്ടി അവർക്ക് ആക്സസ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു സ്ഥലത്തിനെ പ്രിസർവ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മാപ്പിംഗ് തന്നെ ഉണ്ടാക്കും. ആ മാപ്പിംഗ് ഒക്കെ ചെയ്ത് റിസർച്ച് പതുക്കെ ചെയ്തിട്ട് ആ റിസർച്ചിൽ നമുക്ക് എന്തൊക്കെ ഫൈൻഡിങ്സ് കിട്ടുന്നു അതൊക്കെ നമ്മൾ ഡയറി ആക്കിയിട്ട് ഓരോ ദിവസം നമ്മൾ എഴുതിക്കും. എന്നിട്ട് ആ എഴുതിയതിന്റെ കൂടെ നമ്മൾ മാർക്കിങ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ഇത് കിട്ടി, അത് ഇന്ന ഒരു വ്യത്യാസമാണ്, ഇതാണ് അതിന്റെ ഫീച്ചർ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതിന് വേണ്ടി പറ്റും. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ആർക്കിയോളജി എക്സ്പെഡീഷന്റെ അനാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എടുത്ത ആർക്കിയോളജിയുടെ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. കാരണം പ്രീവിയസ് ഇയേഴ്സിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്തോന്ന് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി എന്ന് ചോദിക്കുന്നത്. അപ്പോ ഒരു ആർക്കിയോളജിക്കൽ റിസർച്ചിൽ നമുക്കൊരു റിമൈൻസ് ഒരു മെറ്റീരിയൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ്, അതിന് ആ ഒരു സ്ഥലം ഏത് വർഷങ്ങൾക്ക് മുമ്പാണ് ഏത് സമയത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു റിസർച്ച് പ്രോസസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡേറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഡേറ്റിംഗ് നമ്മൾ ആർക്കിയോളജിയിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു 5 മെത്തേഡ്സ് ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് 5 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഡെൻഡ്രോക്രോണോളജി, 2 റേഡിയോ കാർബൺ ഡേറ്റിംഗ്, 3 പൊട്ടാഷ്യം ആർഗൺ ഡേറ്റിംഗ്, 4 വാല്യൂ മാഗ്നറ്റിസം, 5 തെർമോലുമിനസൻസ്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ചർച്ച ചെയ്യും. അപ്പൊ ഒന്ന് ഡെൻഡ്രോക്രോണോളജി, ഒന്നുമില്ല സംഭവം എന്ന് വെച്ചാൽ ഒരു പിക്ചർ വെച്ച് നമുക്ക് എന്ത് നോക്കാം. ഈ ഒരു പിക്ചർ കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ മരത്തിന്റെ ഉൾവശത്ത് നമ്മൾ മരം മുറിക്കുമ്പോൾ നമ്മൾ കാണും ഇതിന്റെ കുറേ ലെയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ലെയേഴ്സിന്റെ തിക്നെസ്സും ആ ലെയേഴ്സിന്റെ വ്യത്യാസങ്ങളും വെച്ച് ആ ലെയേഴ്സിന്റെ കെമിക്കൽ അനാലിസിസും വെച്ച് നമ്മള് ആ സ്ഥലം എത്ര വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത് ഈ ഒരു ഇത് അതായത് ഫസ്റ്റ് ഇയർ ഗ്രോത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതിന്റെ ആ ഒരു ലെയർ, പിന്നെ പതുക്കെ പതുക്കെ ഓരോ സ്ഥലത്തേക്ക് ലെയർ ഉണ്ടായി. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം റെയിനി സീസൺ ആയപ്പോഴേക്കും ഇവിടെ ഉണ്ടായ ലെയറാണ്. ആ ലെയർ നമുക്ക് വളരെ തിക്കായിട്ടുള്ള ലെയറാണ്. അപ്പൊ മഴ സമയത്ത് ആ ഒരു പ്രിവെന്റ് ചെയ്ത് നിന്നിട്ടും പിന്നെ വീർത്ത് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡ്രൈ സീസൺ ആയപ്പോഴത്തേക്ക് നമുക്ക് അത് നല്ല ചുരുങ്ങി വന്നിട്ടുണ്ട്. കാരണം ആ ഒരു മരത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കട്ടിയാകുന്നതിന് വേണ്ടി ഡ്രൈ ആയിട്ട് അത് ചുരുങ്ങി. പിന്നെ ഇവിടെ ഒരു വിടവ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് എന്താണ് ഫോറസ്റ്റ് ഫയർ, എന്താ പറയാ കാട്ടുതീ വന്ന സമയത്ത് മരത്തിനുണ്ടായ കേടുപാട്. അപ്പൊ ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് മരത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഓരോ ലെയർ വരുന്നുണ്ട്. ഈ ലെയേഴ്സ് എത്ര ഓരോ സമയത്ത് ഓരോ സീസണിനും അടിസ്ഥാനമായിട്ടുണ്ടായിരിക്കും. ഇത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ കൂടുതൽ ഉണ്ടാകുന്ന ലെയർ അല്ല, ഈ വർഷങ്ങൾ എടുത്ത് ഉണ്ടായ ഒരു ലെയറിംഗ് മെക്കാനിസം ആണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. അപ്പോ ഇതിനാണ് നമ്മൾ ഡെൻഡ്രോക്രോണോളജി, അതായത് ഈ മരത്തിന്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന ആ ലെയർ വെച്ച് നമ്മൾ ഇത് ഏത് സമയത്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് എന്താ പറയാ പ്ലാന്റ്സ് ആയിക്കോട്ടെ മരം ആയിക്കോട്ടെ ഈ ഒരു സംഭവങ്ങൾ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഒരു പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്.
ചിലപ്പോ മറ്റു പല ഡേറ്റിംഗ് മെത്തേഡ്സിലൊക്കെ നമുക്ക് ഇന്നാക്യുറസീസ് കുറച്ച് വ്യതിയാനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് പക്ക കൃത്യമായിട്ടുണ്ട് ഇതിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. രണ്ട് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. അതായത് ഇതും ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. നമ്മുടെ ശരീരത്തിലൊക്കെ, അതായത് ഒരു ജീവനുള്ള വസ്തുവിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് കാർബണിന്റെ എന്താ പറയാ, കാർബണിന്റെ അംശം എന്ന് പറയുന്നത്, ഒരു കാർബണിന്റെ ട്രേസസ് എന്ന് പറയുന്നത്. അപ്പോ കാർബൺ 14 അല്ലെങ്കിൽ 40C വെച്ച് അങ്ങനെ നമ്മൾ ഈ ഒരു ഡേറ്റിംഗ് മെത്തേഡിൽ പറയാറുണ്ട്, കാർബൺ 14 or 40C. അപ്പൊ അതിന്റെ അളവ് ആ ഒരു മെറ്റീരിയൽ റിമൈൻസിൽ ഉണ്ടായിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിന്റെ ഡേറ്റിംഗ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഒരു സമയം തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി പറ്റും. അതാണ് എന്തെന്ന് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, കാർബണിന്റെ അളവുണ്ട്. അപ്പൊ ആ ഒരു കാർബണിന്റെ അളവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ മെറ്റീരിയൽ എത്ര കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഒരു ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു മൃഗവും മരിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിലുണ്ടായിരുന്ന കാർബണിന്റെ അളവ് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും, അത് ഡിക്ലൈൻ ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങും, അതായത് അത് കുറയുന്നതിന് വേണ്ടി തുടങ്ങും. എന്നിട്ട് ആ ഡിക്ലൈൻ ആവുന്നതിന്റെ അളവിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ ഒരു ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോ അമേരിക്കൻ കെമിസ്റ്റ് ആയിട്ടുള്ള വില്യം ലിബിയാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്താ പറയാ ഈ ഒരു ആർക്കിയോളജിയിലോട്ട് ഈ ഒരു റേഡിയോ കാർബൺ മെത്തേഡ് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡെഡ് പ്ലാന്റ്, അതായത് മരിച്ച മൃഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് അഥവാ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ റേഡിയോ കാർബൺ, അതിന്റെ അകത്ത് എത്ര റേഡിയോ കാർബൺ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആള് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എത്ര കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയിട്ട് ആ ഡേറ്റ് തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സംഭവം ഇത് തന്നെയാണ് റേഡിയോ കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ ഫോട്ടോസിന്തസിസ് വഴി, ആ ഫോട്ടോസിന്തസിസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, ഫുഡ് ഉണ്ടാവുന്നുണ്ട്. ആ ഫുഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളും കഴിക്കുന്നുണ്ട്, മൃഗങ്ങളും കഴിക്കുന്നുണ്ട്. ഈ മൃഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മരിക്കുമ്പോഴത്തേക്കും നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഭൂഗർഭ തലത്തിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇത് കാർബണിന്റെ അളവ് നമ്മൾ ഡീക്കേ ആകുന്നുണ്ട്. പക്ഷെ കുറച്ച് കാർബൺ അപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ കാർബണിന്റെ ആ ഒരു അളവിനനുസരിച്ച് നമ്മൾ ബാക്കി ഉണ്ടാകുന്ന കാർബണിന്റെ അളവനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഉണ്ടായിരുന്നത് മനസ്സിലാക്കാൻ, അതായത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു റിമൈൻ ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവ് ആണ്, ഇന്നത്തെ സമയത്ത് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ ഒരു സംഭവം വെച്ചാൽ ഇത് കാർബൺ കണ്ടന്റ് ഉള്ള സ്ഥലങ്ങളിലാണ്, അതായത് കാർബൺ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാത്രമേ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പോ എക്സാമ്പിൾ എന്ന് വെച്ചാൽ പോട്രീസിലൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും കാർബണിന്റെ അളവൊന്നും കാണത്തില്ല. അപ്പൊ അതൊന്നും നമുക്ക് പറ്റത്തില്ല. ഇതിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കാർബണിന്റെ അളവില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, മെറ്റീരിയൽ റിമൈൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഡേറ്റ് നമുക്ക് തിട്ടപ്പെടുത്താൻ വേണ്ടി കാർബൺ C14 നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്താ പറയാ, അടുത്ത് ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ പൊട്ടാഷ്യം അല്ലെങ്കിൽ ആർഗൺ ഡേറ്റിംഗ് ആണ്. അതായത് ഇതൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ലാവയിൽ അഥവാ അഗ്നിപർവ്വത സ്ഫോടനം വഴി ഉണ്ടാകുന്ന ആ ലാവയിൽ എന്തുണ്ട്, ഈ ആർഗൺ 14 എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ആർഗൺ എന്ന് വെച്ചാൽ ഒരു മൂലകമാണ്, ഒരു എലമെന്റ് ആണ്. ആ ഒരു മൂലകം ഗ്യാസ് രൂപത്തിൽ, അതായത് വായു രൂപത്തിലാണുള്ളത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലാവ എന്ന് വെച്ചാൽ എന്താ, ഈ കല്ലും സ്റ്റോൺസും റോക്കും പാറകളൊക്കെ ഉരുകി ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇതാണ് ലാവ എന്ന് പറയുന്നത്. മോൾട്ടൺ ആയിട്ടുള്ള സംഭവം, ഉരുകി വന്നിരിക്കുന്ന ആ സംഭവം ലാവ. ഈ ലാവയ്ക്കകത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആർഗൺ 14 ഗ്യാസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇത് എപ്പോ റോക്ക് ആയിട്ട് മാറുന്നുണ്ട്, ഈ ലാവ എപ്പോ ചുരുങ്ങി അതൊരു പാറ ആയിട്ട് മാറുന്നുണ്ട്, ആ പാറ ആകുമ്പോഴത്തേക്കും ഉള്ള ഗ്യാസ്, ഉള്ള ആ ഒരു ഇതില് ആർഗൺ 14 അത് അതിന്റെ ട്രാപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആർഗൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡീക്കേ ആവും. അതായത് ആ ഒരു ആർഗൻ പതുക്കെ പതുക്കെ ഡീക്കേ ആയിട്ട് എന്താ പറയാ, ഡീക്കേ ആയിട്ട് നമുക്ക് അതിന് പൊട്ടാഷ്യം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ആർഗൻ ഗ്യാസ് ആയിട്ട് ഉണ്ടായിരുന്നു, പിന്നെ ആ പാറയിലോട്ട് ആ ഗ്യാസ് ട്രാപ്പ് ആയി പോകും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എന്താ പറയാ, ഈ ഒരു ആർഗൻ പതുക്കെ പതുക്കെ വളരെ സമയമെടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നത്. അതായത് പാറയിൽ നിന്ന് ഇപ്പൊ പൊട്ടാഷ്യം ഇരിക്കട്ടെ, പൊട്ടാഷ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലാവയിൽ നിന്നൊക്കെ ആദ്യം പോകുന്നതിന് നമ്മൾ പൊട്ടാഷ്യം എന്ന് പറയും. അതായത് ഈ ലാവയിൽ ആദ്യം ഉണ്ടായിരിക്കുന്ന പൊട്ടാഷ്യം ആയിരിക്കും. അപ്പൊ ഈ പൊട്ടാഷ്യത്തിന്റെ അളവ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണോ അത് പുതിയ ലാവയായിരിക്കും.
അതിന് ഒരുപാട് പഴക്കമൊന്നും കാണുന്നില്ല. പക്ഷേ ആർഗണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള ഏതിലാണോ അത് ഓൾഡ് ലാവ ആയിരിക്കും. അതിനർത്ഥം എന്താണ്? ഈ ലാവ വളരെ ചുരുങ്ങി 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 എന്ത് ചെയ്തു? അത് വീണ്ടും പാറയായിട്ട് മാറി നിൽക്കും. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആർഗന്റെ കണ്ടന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റ് ആവത്തില്ല. അപ്പൊ പുതിയ ലാവകളില് പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റ് ആണെങ്കിൽ പഴയ ഒരുപാട് വർഷങ്ങൾക്ക്, ഒരുപാട് ബില്യൺ വർഷങ്ങൾക്ക് മുണ്ടാവുന്ന ലാവയിൽ അത്രയും ആർഗന്റെ അളവായിരിക്കും. അപ്പൊ ഇതാണ് പൊട്ടാഷ്യം ആർഗൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ, ഇതിന്റെ അകത്ത് പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റ് കൂടുതൽ. അപ്പൊ ഇത് വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു ലാഭ ആയിരിക്കും. റീസൺ എന്ന് വെച്ചാൽ 2-3 വർഷമൊന്നുമല്ല, ഒരു 10,000, 15,000, ഒരു 50,000, 1,00,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരിക്കാം. പക്ഷെ അതിനകത്ത് ആർഗന്റെ കണ്ടന്റ് നമ്മൾ ഓക്കെ, ഇതൊരു 10 വർഷം, 10 ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരിക്കുന്ന ഒരു ലാവയായിരിക്കാം, അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സ്ഥലമൊക്കെ ആയിരിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്തത് എന്തെന്ന് വെച്ചാൽ പാലിയോ മാഗ്നറ്റിസം. ഓക്കെ, പാലിയോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് അടുത്തൊരു ഡേറ്റിംഗ് മെത്തേഡാണ്. ഈ പാലിയോ മാഗ്നറ്റിസത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ഭൂമിയിൽ പുരാതനമായിട്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ടോ, എന്തൊക്കെ ആസ്പെക്ട്സുകളുണ്ടോ, എന്തൊക്കെ റെമനൻസ് ഉണ്ടോ, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ് പാലിയോളജി എന്നൊക്കെ പറയുന്നത്. അപ്പോ പാലിയോ മാഗ്നറ്റിസം എന്ന് വെച്ചാൽ അങ്ങനെ ഉദ്ദേശിച്ചാൽ പറ്റുന്നത് നമ്മുടെ എർത്തിലെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ മാഗ്നറ്റിസം, കാന്തിക ശക്തി ഉണ്ട്, കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്ഥലത്തിനെ, ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ചില പാറകളിലും ചില മണ്ണുകളിലും ചില സബ്സോയിലൊക്കെ കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പോട്ടറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അതിന്റെ അകത്ത് ഉണ്ടാവുന്ന ഈ മാഗ്നറ്റിക് സ്വഭാവമില്ല, അതായത് കാന്തിക സ്വഭാവം, അതെന്ത് ചെയ്യും? നമ്മുടെ എർത്തിന്റെ അതേ കാന്തിക സൂചകമായിട്ട് സാമാന്തരികമായിരിക്കും, അല്ലെങ്കിൽ സമാന്തരമായിരിക്കും. അപ്പോ ഈ ക്ലേ ഹീറ്റ് ആവുമ്പോൾ, അതായത് ഈ ഒരു മണല് അല്ലെങ്കിൽ ഈ ഒരു മണ്ണ് അത് ഹീറ്റ് ആയിട്ട് ഒരു പോട്ടറി ആയിട്ട് മാറുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കാന്തിക സ്വഭാവം അല്ലെങ്കിൽ കാന്തത്തിന്റെ സ്വഭാവം അതെപ്പോഴും കാണിക്കുന്ന ദിശ എന്ന് വെച്ചാൽ എർത്തിന്റെ അതേ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ദിശ ആയിരിക്കും അത് കാണിക്കും. അപ്പോ ഈ പോട്ടറീസിനകത്ത് നമുക്ക് കിട്ടുന്ന പോട്ടറീസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ റീഹീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പൊ റീഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ആ ഒരു ഇത് ലൊക്കേഷൻ എങ്ങോട്ടാണോ മാറ്റി വെക്കുന്നത്, ആ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സമയത്തിന് നമുക്ക് തിട്ടപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ ഒരു ഇമേജ് തന്നെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് വെച്ചാൽ, ഒരു 2 മില്യൺ ഇയേഴ്സ് അഗോ, അതായത് 20 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2 ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നോർമൽ പൊളാരിറ്റി, റിസർവ്ഡ് പൊളാരിറ്റി ആണ് ഇത്. അപ്പോ ഇത് അങ്ങനെ വന്നൊരു സംഭവമാണ്. 1.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരിക്കുമ്പോ എന്താണ്? അതിന്റെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? തിരിഞ്ഞു പോകുന്നുണ്ട്. അതായത് അതിന്റെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വേറെ വേറെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെയും കാണിക്കുന്നത് വേറൊരു റിവേഴ്സ്ഡ് പൊളാരിറ്റി ആയിരിക്കും. അതായത് നോർമൽ പൊളാരിറ്റിയിൽ നിന്ന് വ്യത്യാസമുള്ള പൊളാരിറ്റി ആയിരിക്കും. വ്യത്യാസമുള്ള മാഗ്നറ്റിക് സ്വഭാവമായിരിക്കും അതിന് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഓരോ 5 എന്താ പറയാ, ഏകദേശം ഓരോ 5 ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് കഴിയുമ്പോഴത്തേക്കും ഈ പൊളാരിറ്റി, അതായത് കാന്തിക സ്വഭാവം എർത്തിന്റെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പോട്ടറി അത്രയും റീഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കാന്തിക സ്വഭാവം എർത്തിന്റെ പാരലൽ ഡയമെൻഷൻ എങ്ങോട്ടാണോ അങ്ങനെ വെച്ച് നമുക്ക് മനസ്സിലാക്കിട്ട് ഓക്കെ, ഇത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പാലിയോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ആർക്കിയോളജിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ റോബർട്ട് ഡുബോയിസ് ആണ്. ഓക്കെ, അടുത്തത് എന്താ പറയാ, തെർമോലൂമിനിസെൻസ്. ഒന്നുമില്ല, ഈ 2 വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, തെർമോ എന്ന് വെച്ചാൽ ചൂട്, ലൂമിനിസെൻസ് എന്ന് വെച്ചാൽ ലൂമസ് എന്ന് വെച്ചാൽ എന്താ, വെളിച്ചം. അപ്പോ ഇതൊന്നുമില്ല, നമ്മൾ ഈ ഡേറ്റിംഗ് നമ്മൾ ചെയ്യേണ്ട ഒബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഏത് പോട്ടറി ആയിക്കോട്ടെ, ഏത് മണ്ണിന്ന് നമ്മൾ ഉണ്ടാക്കിയ പോട്ടറി ആയിക്കോട്ടെ, ഏത് ക്ലേ പോട്ടറി ആയിക്കോട്ടെ, അതിൽ ഇത്രയും ചില മൂലകങ്ങളുടെ ഐസോട്ടോപ്പുകൾ കാണുന്നുണ്ട്. യുറേനിയം, തോറിയം, പൊട്ടാഷ്യം, റുബീഡിയം, അങ്ങനെ കുറെ ഇതൊക്കെ. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എന്താ പറയാ, വേറെ പല മൂലകങ്ങളും കൂടെ അതിന്റെ അകത്ത് അതിന് ഇറാഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകും. അത് സ്പോർട്സ് പോലുള്ള മൂലകങ്ങളൊക്കെ ഉണ്ടാവും. സംഭവം ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചില പോട്രീസിന് അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ചൂട് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ അകത്ത് നിന്ന്
വെളിച്ചം അഥവാ ഇത് ഇങ്ങനെ കത്താൻ പറ്റും. കത്തുമ്പോ എന്താണ് അതിൽ നിന്ന് ലൈറ്റ് വരുന്നതിനുണ്ടാവും. അപ്പൊ ഈ ലൈറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എത്ര കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടി പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും കൂൾ സ്റ്റേറ്റ്, അതായത് തണുത്തിരിക്കുമ്പോ ഇതിന്റെ കളർ ഇതാണ്, പക്ഷെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ ഇതാണ്. അതായത് ഈ ഒരു ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്തിട്ട് ഈ ലൈറ്റ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ ഒരു പോട്രി ബേക്ക് ചെയ്തതെന്ന് നമുക്ക് ഈ ലൈറ്റ് വഴി, ഈ ലൈറ്റിന്റെ സ്ട്രെങ്ത് വഴി, അതായത് എത്ര എത്ര കൂടുതൽ വെളിച്ചത്തിലാണ് ഈ ഒരു ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ കത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോട്രി എലമെന്റിന്റെ, അതായത് ഈ ഒരു ക്ലേ പോട്രിയുടെ വർഷം ഡേറ്റ് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. അപ്പോ ഈ അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ തെർമോലൂമിനിസെൻസ് വഴി നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതുവരെ ആർക്കിയോളജിയെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ ആർക്കിയോളജിയിൽ നമ്മൾ കുറെ ഡേറ്റിംഗ് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ ഡേറ്റിംഗ് മെത്തേഡ്സ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്തെന്ന് പറയുന്നത് എന്താണ്, ഡെൻഡ്രോക്രോണോളജി ആണ്. ഒന്നുമില്ല, ആ മരത്തിന്റെ ഇടയ്ക്കുള്ള, അതായത് മരം വെക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ലെയേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നാണ്, ഏത് സീസൺസിലാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് എന്ന് വെച്ചാൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ്, നമ്മുടെ ആ ഒരു റിമൈൻസിന്റെ കാർബൺ കണ്ടന്റ് ഉള്ള ആ ഒരു റിമൈൻസിൽ എത്ര C14 ആണ് ബാക്കിയുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ ഡേറ്റ് മനസ്സിലാക്കും. വില്യം ലിബിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവിടേക്ക്. അടുത്തത് എന്തെന്ന് വെച്ചാൽ പൊട്ടാഷ്യം ആർഗൺ ഡേറ്റിംഗ്, അതായത് പുതിയ ലാവയാണെങ്കിൽ അത് പൊട്ടാഷ്യത്തിന് കണ്ടന്റ് കൂടുതലുണ്ടായിരിക്കും. പഴയ ലാവയാണെങ്കിൽ എന്താണ്, പഴയ ലാവ ഉരുകി റോക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു റോക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആർഗന്റെ അളവായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അടുത്ത പാലിയോ മാഗ്നറ്റിസം, റോബർട്ട് ഡുബോയിസ് ആണ് ആർക്കിയോളജിയുടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താ പറയാ, പോട്രി ആയിക്കോട്ടെ, എന്തെങ്കിലും മെറ്റീരിയൽ റിമൈൻസ് ആയിക്കോട്ടെ, അതിന്റെ നോർമൽ പൊളാരിറ്റിയും റിവേഴ്സ് പൊളാരിറ്റിയും വെച്ച് അത് എത്ര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെ വിർച്വൽ ജിയോമാറ്റിക് പോൾ എന്നത് നമ്മൾ പറയാറുണ്ട്. അതായത് അതിന്റെ പൊളാരിറ്റി എങ്ങോട്ടാണ് അതിനെ നമ്മൾ വിർച്വൽ ജിയോമാറ്റിക് പോൾ എന്ന് പറയുന്നുണ്ട്. അടുത്തത് തെർമോലൂമിനിസെൻസ്, അതായത് പോട്രി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കത്തിക്കുന്നുണ്ടെങ്കിൽ ആ കത്തുമ്പോൾ അതിന്റെ ലൈറ്റിനനുസരിച്ച് അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് നമുക്ക് ലബോറട്ടറി പ്രോസസ് വഴി നമുക്കത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്ന ആർക്കിയോളജിയുടെ. അടുത്തത് ആന്ത്രപ്പോളജി. ആന്ത്രപ്പോളജി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബയോളജിക്കൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് ആൻഡ് ദെയർ കൾച്ചേഴ്സ്, അതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഫിസിക്കൽ എവല്യൂഷൻ ആയിക്കോട്ടെ, ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ബയോളജിക്കൽ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യന്റെ, നമ്മൾ ഈ ഒരു ആന്ത്രപ്പോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ചിമ്പാൻസി മുതൽ പ്രിമേറ്റ്സിൽ മുതൽ ചിമ്പാൻസികൾ മുതൽ മനുഷ്യർ എത്തുന്ന അത്രയും ആ ഒരു എവല്യൂഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള, ഒരു വിസ്തൃതമായിട്ടുള്ള ശാസ്ത്രശാഖയാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഈ ഒരു ആന്ത്രപ്പോളജിയിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്ന മനുഷ്യ വിഭാഗത്തിന്റെ കൾച്ചറൽ പാറ്റേൺസ്, സാംസ്കാരികമായിട്ടുള്ള രീതികൾ എങ്ങനെയായിരുന്നു, അവിടെ ഫുഡ് ഹാബിറ്റ്സ്, അവർ എങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിച്ചിരുന്നത്, പിന്നെ അവിടെ ബിഹേവിയർ പാറ്റേൺസ്, അവിടെ സ്വഭാവം എങ്ങനെയൊക്കെയായിരുന്നു, അവിടെ ഇമോഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയായിരിക്കാം അവരുടെ സ്വഭാവങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക, പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് എങ്ങനെയായിരിക്കാം, കൈ ഉപയോഗിച്ചാണോ, ഒരു ബാ ഉപയോഗിച്ചായിരുന്നു ഒരു നോർമലായിട്ട് സംസാരിച്ചിരുന്നത്, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഇത് അത്രയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സംഭവമാണ് ആ ഒരു ശാസ്ത്രശാഖയാണ്. അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖയാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ആർക്കിയോളജി എന്ന് പറയുന്നത് ആന്ത്രപ്പോളജിയുടെ ഒരു സബ് ഫീൽഡ് ആണ്. അതായത് രണ്ട് രണ്ട് സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് കണക്ട് ആയിട്ടുള്ള, ഒരു വളരെ കണക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ശാസ്ത്രശാഖകളാണ് ആർക്കിയോളജി, ആന്ത്രപ്പോളജി, പുരാവസ്തു ശാസ്ത്രവും നരഭൂഷ ശാസ്ത്രം. ഇനി ആന്ത്രപ്പോളജിയിൽ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി കുറെ സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ആർക്കിയോളജിക്കൽ റിസർച്ചിൽ കുറെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസർച്ച്, ലാൻഡ് റീകോണസെൻസ്, ടെസ്റ്റ് പിറ്റിംഗ്, എക്സ്കവേഷൻസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും. അപ്പൊ അതുപോലെ ആന്ത്രപ്പോളജിയിലുണ്ട്. ആന്ത്രപ്പോളജിയിൽ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഡിസ്കവർ ചെയ്ത ആർട്ടിഫാക്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൈൻ ഒരു ബോർഡ് അഥവാ ഒരു മനുഷ്യന്റെ എല്ലാണോ അല്ലയോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. മനുഷ്യന്റെ ആകട്ടെ മൃഗത്തിന്റെ ആകട്ടെ എല്ലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ അതിനെ ഡേറ്റിങ്ങിന് വിധേയമാക്കും. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായെന്നാണ് ഈ സ്കെൽറ്റൺ നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് അവിടെ അത് കിട്ടിയ ലൊക്കേഷൻ ഏതാണ്, സ്ഥലം ഏതാണ്, അത് എങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്, പിന്നെ ആ ഒരു ബോഡി അല്ലെങ്കിൽ ആ സ്കെൽറ്റൺ, ആ ഒരു ബോഡിയുടെ കണ്ടീഷൻ എന്തായിരുന്നു, ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഇവന്റ്സ്, പോസിബിൾ ഇവന്റ്സ് എന്തൊക്കെയായിരിക്കാം, ഇതൊക്കെ നമ്മൾ അതായത് ഇത് അവിടെ ആ ഒരു സ്ഥലത്ത് കുഴിച്ചു മൂടപ്പെട്ടതിനുള്ള സാധ്യത ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കാം, ഇതൊക്കെ നമ്മൾ ആ ഒരു റിസർച്ചിൽ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കിട്ടിയ ആ ഒരു ബോണിനെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു ബയോളജിക്കൽ പ്രൊഫൈൽ ഉണ്ടാക്കും. ഡേറ്റിങ്ങും പിന്നെ അതിന്റെ എന്താ പറയാ റിസർച്ചിങ് ഒത്തിരി നടത്തിയിട്ട് നമ്മൾ അതിന്റെ ബയോളജിക്കൽ പ്രൊഫൈൽ ഉണ്ട്. അതായത് ഇത് എത്ര പ്രായമുള്ള ആം, എന്താ പറയാ ബോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സെക്സ് എന്തായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാച്ചർ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതിന്റെ ആ ഒരു സ്റ്റാറ്റസ് എന്തായിരിക്കാം, പിന്നെ എന്താ പറയാ ഇതിന്റെ ആൻസസ്ട്രി, ഇത് ഏതിന് ബിലോങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പൂർവികത ഏതായിരിക്കാം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു ബയോളജിക്കൽ പ്രൊഫൈൽ നമ്മൾ അവിടെ ഉണ്ടാക്കും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ, നമ്മൾ അതിന് ബോൺ ആണോ നോക്കും, പിന്നെ ഡേറ്റ് ചെയ്യും, പിന്നെ നമ്മൾ ലൊക്കേഷനും പൊസിഷനും കണ്ടീഷൻസ് ഒക്കെ വെച്ച് ഈ വരികൾ, ഈ കുഴിച്ചു മൂടപ്പെട്ടതിന് കാരണമായിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നോക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ബയോളജിക്കൽ പ്രൊഫൈൽ ഉണ്ടാക്കും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് അതിന് വേണ്ടി എഴുതും. അടുത്തത് ബ്രാഞ്ചസ് ഓഫ് ആന്ത്രപ്പോളജി. ആന്ത്രപ്പോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആന്ത്രപ്പോളജി വിവിധ ശാഖകൾ ഏതൊക്കെയാണെന്ന്, കുറേയധികം ശാഖകളുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് 3 ശാഖകളാണുള്ളത്. ഒന്ന് ബയോളജിക്കൽ ഓർ ഫിസിക്കൽ ആന്ത്രപ്പോളജി, 2 കൾച്ചറൽ സോഷ്യൽ കൾച്ചറൽ ആന്ത്രപ്പോളജി, 3 ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി. അപ്പോ ഈ ബയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് വെച്ചാൽ നോൺ കൾച്ചറൽ ആയിട്ടുള്ള, അതായത് സാംസ്കാരികമല്ലാത്ത, ഫിസിക്കൽ അല്ല ആട്രിബ്യൂട്ട്സ്, അതായത് നമ്മുടെ ശരീരം ആയിക്കോട്ടെ, ശരീരത്തിന്റെ സവിശേഷത ആയിക്കോട്ടെ, ജനറ്റിക്സ് ആയിക്കോട്ടെ, ജനിതക ആയിക്കോട്ടെ, ഇങ്ങനെ നോൺ കൾച്ചർ ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശാഖയാണ് എന്തോന്ന്, ബയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഇതിൽ നിയർ ഹ്യൂമൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, മനുഷ്യനായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന, ഇത് മനുഷ്യനല്ലാത്ത പ്രിമൈറ്റ്സിനെ പോലുള്ള ആ ഒരു ജീനസിനെ, പ്രിമൈറ്റ്സിനെ പോലെയുള്ള ആ ഒരു വിഭാഗത്തിനെ ആയിരിക്കും നമ്മൾ നിയർ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ചാൽ ഏപ്പ്, മങ്കീസ്, പിന്നെ അതർ പ്രിമൈറ്റ്സ്, ഇതൊക്കെയാണ് എന്തോന്ന് നമ്മുടെ നിയർ ഹ്യൂമൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഈ ആൻസിസ്റ്റർ ഹ്യൂമൻസിനെ എത്തി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കുറിച്ചൊക്കെ വളരെ വിശകലനമായിട്ട് വളരെ വിശദീകരിച്ച് നമ്മൾ പഠിക്കുന്നതിനാണ് നമ്മൾ ഫിസിക്കൽ ആന്ത്രപ്പോളജി അഥവാ ബയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അടുത്തത് എന്തെന്ന് വെച്ചാൽ, ഈ ബയോളജിക്കൽ ആന്ത്രപ്പോളജിന്റെ കുറെ സബ് ഫീൽഡ്സ് ഉണ്ട്. ഒന്ന് ഹ്യൂമൻ ബയോളജി, 2 പ്രൈമറ്റോളജി അല്ലെങ്കിൽ പ്രിമറ്റോളജി, 3 പാലിയോ ആന്ത്രപ്പോളജി. പാലിയോ ആന്ത്രപ്പോളജി എന്ന് വെച്ചാൽ വളരെ പഴയ പുരാതനമായിട്ട് കിട്ടിയിട്ടുള്ള ബോൺസിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള നമ്മളെ എല്ലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് പ്രിമേറ്റ്സ് ആവണമെന്നില്ല, ഹ്യൂമൻസ് ആവണമെന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ പാലിയോ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയാ, ഹ്യൂമൻ ബയോളജി എന്ന് സുവോളജി, നമ്മൾ എന്തൊക്കെയാണോ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ആ മനുഷ്യന്റെ ജനറ്റിക് പാറ്റേൺസ് എന്തൊക്കെയാണ്, മനുഷ്യന്റെ ഹ്യൂമൻ ഡൈവേഴ്സിറ്റി, അവൻ ഏതൊക്കെ ഡൈവേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോ എന്താ പറയാ, ഏഷ്യൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, ബ്ലാക്സ് ഉണ്ട്. അപ്പോ നമുക്ക് എല്ലാവർക്കും പല പല ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മളെല്ലാം പല പല രീതിയിലായിരിക്കും നമ്മുടെ ഫിസിക്കാലിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ ഹ്യൂമൻ ബയോളജിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ, നോൺ കൾച്ചറൽ അഡാപ്റ്റേഷൻ ടു എൻവയോൺമെന്റൽ സ്ട്രെസ്, അതായത് പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതിയുടെ വ്യതിയാനം മൂലം, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ മാറ്റമായിരിക്കും ഉണ്ടാവുന്നത്. എക്സാമ്പിൾ വെച്ചാൽ ചിലപ്പോ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിൽ, അതായത് വളരെ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും, മനുഷ്യരത്രയും വളരെ മനുഷ്യർക്ക് എക്സ്ട്രാ ആയിട്ട് എന്താ പറയാ, ഫാറ്റോ അങ്ങനെയൊക്കെ കാണാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും. പക്ഷേ പിന്നെ അതുപോലെ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സും വ്യത്യാസം വരുന്നുണ്ടായിരിക്കാം. എക്സാമ്പിൾ എന്താ പറയാ, വളരെ ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള ആൾക്കാരൊക്കെ മീറ്റ് ഒക്കെ ഒരുപാട് മീറ്റ് ഒക്കെ അധികം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ ഒരുപാട് കാട് പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എന്താ പറയാ മഞ്ഞ് ഒരുപാടുള്ള സ്ഥലങ്ങളിലോ ഒക്കെ അവിടെ വെജിറ്റേഷൻസ് ഒന്നും കാണത്തില്ല. അവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന മീറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റൽ സ്ട്രെസ്സിനനുസരിച്ച് മനുഷ്യനുണ്ടാകുന്ന കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ്, അതായത് നോൺ കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ്, അതായത് നമ്മുടെ ബിഹേവിയർ പാറ്റേൺ എന്തൊക്കെയാണ്, ബയോളജിക്കൽ ക്യാരക്ടേഴ്സ്, നമ്മുടെ ബോൺസ് അത്രയും എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ ബയോളജിയിൽ പഠിക്കുന്നത്. അടുത്തത് പ്രൈമറ്റോളജി. പ്രൈമറ്റോളജി ഒന്നുമില്ല, നമ്മൾ പ്രിമൈറ്റ്സിനെ കുറിച്ചുള്ള അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ബിഹേവിയർ പാറ്റേൺസും അവരുടെ കേപ്പബിലിറ്റീസും നമ്മൾ പഠിക്കുക. അതായത് അവരുടെ സ്വഭാവ രീതിയും പിന്നെ അവർക്കുണ്ടാകുന്ന അവരുടെ കഴിവുകൾ അതൊക്കെ എന്തൊക്കെയാണ്, അവരുടെ കായിക ബലം, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പ്രൊമറ്റോളജിയിൽ പഠിക്കുന്നത്. ബേസിക്കലി മനുഷ്യന് മുമ്പുണ്ടായ നമ്മുടെ റിലേറ്റീവ്സിനെ കുറിച്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊമറ്റോളജിയിൽ പഠിക്കുന്നത്. പിന്നെ അടുത്ത പാലിയോ ആന്ത്രപ്പോളജി. പാലിയോ ആന്ത്രപ്പോളജി നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ആന്ത്രപ്പോജെനീസിസ് എന്ന് പറയുന്ന ആ ഒരു ടേം ഉണ്ട്. ആന്ത്രപ്പോജെനീസിസ് ഒന്നുമില്ല, അതായത് എന്താ ആന്ത്രപ്പോജെനീസിസ് നമ്മൾ ഹോമനൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ഹോമനൈസേഷനെ കുറിച്ച് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അതെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സാണ്. പ്രിമൈറ്റ്സിൽ നിന്ന് നമ്മളിലേക്ക് പ്രസന്റ് ഡേ ഹ്യൂമനിലേക്ക് എത്തുന്നത് വരെയുള്ള
ആ ഒരു പ്രോസസ്സ്, ആ ഒരു എവല്യൂഷനെ നമ്മൾ പറയുന്നവരാണ് ആന്ത്രപ്പോജെനിക്സ്. നമ്മൾ ജീനിലുണ്ടാകുന്ന വ്യത്യാസം അതിനെയാണ് അങ്ങനെ അതിനെ എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിക്കുന്നതാണ് ആന്ത്രപ്പോജെനിക്സ്. അപ്പൊ ഈ ആന്ത്രപ്പോജെനിസിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാലിയോ ആന്ത്രപ്പോളജിയിൽ പഠിക്കുന്നുണ്ട്. അതായത് ഫോസിൽസിനെ കുറിച്ചും, അതായത് ഏർലി ഹ്യൂമൻസിന്റെ ഫോസിൽസിനെ കുറിച്ചും നമ്മുടെ പ്രൈമേറ്റ് ആൻസസ്റ്റർ, അതായത് നമ്മുടെ പ്രിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ പൂർവികരെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രശാഖയാണ് പാലിയോ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അടുത്ത കൾച്ചറൽ ആന്ത്രപ്പോളജി, അതായത് മനുഷ്യന്റെ സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള ആസ്പെക്ട്സുകളെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ കൾച്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സോഷ്യൽ ഒബ്ലിഗേഷൻസ്, പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ സ്കിൽസ്, നമ്മുടെ മാരേജ് പാറ്റേൺസ്, നമ്മുടെ കിൻഷിപ്പ് സിസ്റ്റംസ്, അതായത് നമ്മൾ എത്രത്തോളം ക്ലോസ് ഇനഫ് ആണ്, നമ്മൾ ഒരു ക്ലോസ് നൈറ്റ് ആയിട്ടുള്ള ഒരിതാണോ അതിനെ കുറിച്ച്. പിന്നെ എന്താ പറയാ, നമ്മുടെ എക്കണോമിക് പാറ്റേൺസ് എന്തൊക്കെയാ, അതായത് നമ്മൾ ഏതിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ആയത്, നമ്മൾ പ്രകൃതിയിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ആയിരുന്നത്, മാനുഫാക്ചറിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ആയിരുന്നത്, സർവീസ് സെക്ടറിലാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്, നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നമുക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചൊക്കെ ആയിരിക്കും ആ ഒരു ഈ ഒരു കൾച്ചറൽ ആന്ത്രപ്പോളജി നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ റിലീജിയസ് ആസ്പെക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പഠിക്കുന്നത്. നമ്മുടെ ഇൻഡിജീനിയസ് ആസ്പെക്ട്സ്, നമ്മുടെ ഏറ്റവും പൈതൃകമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഈ ഒരു ശാഖ വഴി, സബ് ഫീൽഡ് വഴി നമ്മുടെ ഏറ്റവും നമ്മളിൽ നിന്ന് എന്താ പറയാ മൺമറന്നു പോയ നമ്മുടെ കുറെ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും ആ വൈവിധ്യങ്ങൾ എങ്ങനെയാണ് ആ സമയത്തുണ്ടായിരുന്ന മനുഷ്യരെ അപ്പോഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യേണ്ടത്, നിലനിർത്താൻ വേണ്ടി, അതിജീവിക്കാൻ വേണ്ടി സഹായിച്ചത്, ഇതിനെ കുറിച്ചൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു ശാസ്ത്രശാഖ പഠിക്കുന്നത്. മെയിൻ ആയിട്ട് ഇത് പ്രീ ഹിസ്റ്ററി ആയിട്ട് എന്ത് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡിലും ഒരുപാട് സാമൂഹിക എന്ത് ചെയ്തിട്ടുണ്ട്, ഒബ്ലിഗേഷൻസ് ഒക്കെ ആ സമയത്ത് മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതൊക്കെ മനുഷ്യൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അതെങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് ഡേ ഹ്യൂമൻസിനും അതിന്റെ റൂട്ട്, അതിന്റെ പേര് ഇപ്പോഴും വരുന്നത്, ഇതിനെ കുറിച്ചൊക്കെ കൾച്ചറൽ ആന്ത്രപ്പോളജി സംസാരിക്കുന്നത്. അടുത്തത് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി. ഇത് ജസ്റ്റ് റെപ്രസെന്റേഷൻ ഇമേജ് ആണ്. 2015 ഇറങ്ങിയ അറേബ്യ എന്നൊരു മൂവിയിൽ ഈ ഒരു സംഭവം ഉണ്ട്. അതായത് പൈതൃകമായിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, അതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആന്ത്രപ്പോളജിയുടെ ഒരു സബ് ഫീൽഡ് ആണ് എന്തോന്ന് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡില് എന്താ പറയാ മുൻപുണ്ടായിരുന്ന, നമ്മുടെ ചരിത്രത്തിന് വളരെ മുൻപുണ്ടായിരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കാം വാർത്താവിനിമയം, ആശയവിനിമയം ഒക്കെ നടത്തിയിട്ടുണ്ടാവുക. ആ സമയത്ത് ബ്രിട്ടൻ റെക്കോർഡ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെ ആയിരിക്കാം നമ്മുടെ ബിഹേവിയർ, എങ്ങനെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. അതായത് ഇതിൽ വരുന്ന നമ്മുടെ ചിലപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അതായത് വാക്കുകൾ ഉപയോഗിച്ച്, ഇപ്പൊ കുരങ്ങന്മാർക്ക് എഴുതുന്ന കുരങ്ങന്മാർ കുറച്ച് വെർബുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഓരോ സന്ദർഭത്തിനും ഓരോ ഇൻസിഡൻസിനും ഓരോ ഒരു ഇൻഡിക്കേഷൻസ് ആണ്, ഓരോ സൂചകങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് നോൺ വെർബൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുറെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കും. ലൈക്ക് സൈൻ ലാംഗ്വേജ് പോലെ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് ഉണ്ടായിരിക്കാം. ചില ആട്രിബ്യൂട്ട്സ് കാണിച്ച്, ചില സൂചകങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില ആംഗ്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി പഠിക്കുന്നത്. അതായത് പ്രീ ലാംഗ്വേജ്, പ്രോട്ടോ ലാംഗ്വേജ്, അതായത് പ്രോട്ടോ ലാംഗ്വേജ് എന്ന് വെച്ചിരിക്കുന്നത് ലാംഗ്വേജസിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി പഠിക്കുന്നത്. ടോട്ടലി പറഞ്ഞാൽ നമ്മുടെ പ്രിഡസേഴ്സ്, അതായത് നമ്മുടെ പൂർവ്വികർ ഏത് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്, അവർ എങ്ങനെയായിരിക്കും അവിടെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിയിൽ പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആന്ത്രപ്പോളജി വിവിധ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 പാർട്ട് 2 നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് ആർക്കിയോളജി. ആർക്കിയോളജിയിലെ സയന്റിഫിക് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഏരിയൽ ഫോട്ടോഗ്രാഫി, അങ്ങനെ മറൈൻ ആർക്കിയോളജി അതൊക്കെ പോലുള്ള. പിന്നെ ഡേറ്റിംഗ് മെത്തേഡ്സ്, ഡെൻഡ്രോപോണോളജി, റേഡിയോ കാർബൺ അതുപോലുള്ളതൊക്കെ. പിന്നെ ആന്ത്രപ്പോളജിയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്തായിരുന്നു. പിന്നെ ബ്രാഞ്ചസ് ഓഫ് ആന്ത്രപ്പോളജി, ആന്ത്രപ്പോളജി ഉണ്ടാകുന്ന ബ്രാഞ്ചസ്, ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി, കൾച്ചറൽ ആന്ത്രപ്പോളജി, സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജി, ഫിസിക്കൽ ബയോളജിക്കൽ ആന്ത്രപ്പോളജി, ഇതൊക്കെ നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ PYQs ആണ് നോക്കുന്നത്. PYQs നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഡേറ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ച് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്റെ ഒരു എസ്സേ ആണ് എന്തോന്ന് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി എന്ന് പറയുന്നത്. പിന്നെ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ആന്ത്രപ്പോളജി, അത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ
നമ്മുടെ ഈ ഡേറ്റിംഗ് മെത്തേഡ്സ് അത്രയും വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. നമ്മുടെ യൂണിറ്റ് 2ലേക്ക് നമുക്ക് അടുത്ത നമ്മൾ എന്തായാലും നോക്കാം. അപ്പോഴത്തേക്കും ബൈ.